അടിക്കുകയാണ്, അറടിക്കുകയാണ്, അയിഞ്ഞടിക്കുകയെന്ന് തന്നെ പറയാം. ഗംഭീര അഭിനയമാണ്. കാരണം പ്രൊഫഷണൽ സിനിമ വിഷ്വൽ ട്രീറ്റ് ആണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്, 3D കാണാത്ത സിനിമ തന്നെയാണ്. ഒരു ഇതികാക്കുന്ന കവൽ ഭൂതമായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ്. ലാലേട്ടൻ്റെ അഭിനയമാണെങ്കിലും ഡയറക്ഷൻ ട്രീറ്റ് ആണ്. കാരണം നമ്മൾ ഉദയനാട് താരം കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ഡയറക്ഷൻ ചെയ്യാൻ മതിയെന്ന് ആ ഒരു ഡയറക്ടറുടെ അഭിനയിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇതിൽ ഡയറക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു മനസ്സിലായി ഇനിയും ഇതുപോലെ സിനിമകൾ വരണം. ഇതൊരു കുട്ടികൾ ഫാൻറ്റസി റോളിലെടുക്കുന്ന സിനിമയാണ്. അതിനുശേഷം ഒരു കൂടി കുട്ടികളുടെ ഒരു സിനിമയാണ്. എസബെല്ല തന്നെ പാട്ട് ഗംഭീരം. മനസ്സിൻ പൊന്തിരിയാണു നീ പാറോസിൻ നീ നായകൻ നീ ലാലേട്ടൻ നീ. ഓക്കെ, ലാലേട്ടൻ ഒരു ക്രിസ്തുമസ് സമ്മാനം തന്നെ പറയാം. ക്രിസ്തുമസ് സമ്മാനം ഒരു വേറെ ലെവലായിപ്പോയി. കാരണം ഇത്ര നാള് നമ്മൾ അഭിനയമാണ് അദ്ദേഹത്തിന് കണ്ടത്, ഡയറക്ഷൻ ആദ്യമായിട്ട് കാണുമല്ലോ. പിന്നെ മേക്കിംഗ് അടിപൊളിയാണ്, BGM ആണെങ്കിലും. പിന്നെ 2 പാട്ടുണ്ട്. ഒന്ന് ലാലേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, അവിടെ ഒരു ഫീമെയിൽ പാടിയുണ്ട്. പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുട്ടിച്ചാത്തൻ, ഓഭാബി തുടങ്ങിയ സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അറിയാലോ. അതുപോലത്തെ ഒരു സബ്ജക്റ്റ് മലയാളത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാം മലയാളത്തിൽ പരീക്ഷണങ്ങളാണ് സിനിമ. ഇനിയും അതുപോലെ നല്ല നല്ല പരീക്ഷ സിനിമകൾ ഉണ്ടാവട്ടെ. പിന്നെ ഇനിയും ഡയറക്ഷൻ പ്രതീക്ഷയാണ് ലാലേട്ടനിൽ നിന്ന്. അഭിനയം മാത്രമല്ല, പാട്ട് പാടും, ഡയറക്ഷൻ ചെയ്യാം. ഒരു സകലകലാ വലം തന്നെയാണ് ലാലേട്ടൻ. ഇതിൻ്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വന്ന് കാണുക. കൊച്ചുകുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. കാരണം 3D മൂവിയാണ്. ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചു കേട്ടോ. 3D ആണെന്ന് വെച്ചാൽ പേടിച്ചിരിക്കുന്നത് കണ്ട് ഓരോ രംഗമൊക്കെ സ്ക്രീനിൽ നിന്ന് നേരിട്ട് വരാമെന്നുണ്ടെങ്കിൽ കാറൊക്കെ ഇങ്ങനെ നേരിട്ട് വരുന്ന രംഗം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ലാലേട്ടോ. അടിപൊളി, ഗംഭീരം. രണ്ടുപേരും ഇസബെല്ല ഇസബെല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു.